എടാ ലൈറ്റ് അങ്ങോട്ടല്ലടാ ഇങ്ങോട്ട് സെറ്റ് ചെയ്യടാ. ആർക്ക് അടിക്കുന്ന കണ്ടില്ലയോ? ആശാനെ അവരെന്തി? എനിക്കറിയോ, എത്ര നേരം കൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാ. അമ്മു പതിയടക്ക് നമ്മുടെ കുഞ്ഞ്. വേണ്ടേ, നീ എന്നെ കൂടുതൽ നടത്താൻ പഠിപ്പിക്കില്ല. ഇത്ര നാളെ ഞാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നത്. നീ എന്തുവാടി കാണിക്കുന്നത്? ഇങ്ങോ വാ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കൊറേ വർക്കുള്ള, ഞാനൊരു തിരക്കുള്ള ഫോട്ടോഗ്രാഫർ ആണ്. അവർക്കറിയത്തില്ലല്ലോ എന്ത് വർക്കാ? അവളിപ്പോ ചോറ് വെച്ച് വേണം, അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പാത്രം കഴിയാൻ. അത് കഴിയുമ്പോ തുണി നനയ്ക്കാനുണ്ട്. എന്റെ അല്ല അവിടെ. അതാ കൂടുതൽ വർക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആശാനെ ആശങ്ങൾ ഇപ്പോഴെങ്കിലും വന്നല്ലോ. ഞങ്ങള് താമസിച്ചായിരുന്നോ? ഇല്ല, നേരത്തെ നിങ്ങൾ വന്ന ഇല്ല. അതെ, അവക്ക് വലിയ താല്പര്യമില്ല. ഞാൻ നിർബന്ധിച്ചിട്ട് മാത്രം അവള് വന്നു കേട്ടോ. അത് ഞങ്ങൾക്ക് മനസ്സിലായി. തൊട്ടുവരെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എടി, ഈ പറഞ്ഞുള്ള സാമ്പത്തികം എന്റെ ഇല്ല. നീ ഒന്ന് മനസ്സിലാക്ക്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇനി എന്നെ തൊട്ടാ മതി. മാറി കിടക്കും മനുഷ്യ. അമ്മേ, ചോറുതാ. പണിയെടുത്ത് ക്ഷീണിച്ച് കൊണ്ടുവരൂടെ മോനെ, നീ ധൃതി വെക്കാതെ. തള്ളേ, ഒരു അരിമണി പോലും അവന് കൊടുത്തേക്കരുത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു, അത് നടക്കാതെ ഒരു തുള്ളി വെള്ളം നിന്റെ വായിലോട്ട് ഞാൻ ഒഴിച്ചു തരത്തില്ല. യോ, എന്തോട് ശബ്ദം? എന്റെ മോക്ക് എന്തിനും പറ്റിയോ? അമ്മയ്ക്ക് എന്തിനും പറ്റിയോ? എന്തുവാ രണ്ടും കൂടെ എന്നെ നോക്കുന്നേ? ശ്രദ്ധിച്ചാ കൊണ്ട് നടക്കാൻ പറയണം നിന്റെ തള്ളയോട്. ആ വന്ന കാര്യം ഒരു പുതിയ എടുത്തല്ലയോ? പുതിയ എടുത്ത എടാ വണ്ടി എപ്പോ കൊണ്ടുതരും? കൊണ്ടത്തരടാ പട്ടി. ശരിക്കും പറഞ്ഞ എന്റെ അമ്മു എന്റെ ഭാഗ്യമാണ്. നീ ഫോട്ടോ എടുക്കുന്നുണ്ടോ? കുറെ നേരമായിട്ട് ഞാൻ ഇവിടെ വന്ന് വടി പോലെ നിൽക്കുക. നീ എടുക്കുന്നുണ്ടോന്ന് പറ. അയ്യോ മേഡം, ഇപ്പൊ എടുക്കാം. ഒന്ന് ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അതെ, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും അഭിപ്രായത്തിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരുടെ ടോസ് ഇടും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ടോസ് ഇട്ട് തീരുമാനിക്കാം. ഹെഡ് വീണാലേ ഞാൻ പറയുന്നത് നീ കേൾക്കണം. ടേല് വീണ അതുപോലെ തന്നെ നീ പറയുന്നത് ഞാൻ കേട്ടോളാം. ഓക്കെ. ഇതാണ്ട ഹെഡ് വീണ്. എന്നാ ഞാൻ പറഞ്ഞ സാധനം പോയി പേടിച്ചോട്ട് വാ. എളുപ്പം പോട്ടെ. നിങ്ങൾ പെട്ടെന്ന് പോയി റെഡി ആവും. അപ്പോഴത്തേന് നമുക്ക് ഫോട്ടോ എടുക്കാം. ശരിയെന്നാ വാടാ ഇങ്ങോട്ട്. പുള്ളി പറഞ്ഞത് ഭാഗ്യമാണെന്നാണോ അതോ ഭാരമാണ്? കണ്ടിട്ട് ഭാരമാണെന്നാ തോന്നുന്നു. എനിക്ക് തോന്നുന്നു. എടി നീ അലമ്പല്ലേ? അവൻ്റെ അനിയൻ്റെ കല്യാണത്തിന് കാറ്ററിംഗ് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മാത്രം അവൻ ഫ്രീ ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നേ. എടാ, എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് ഇവർ കാറ്ററിംഗ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഈ വർക്ക് കിട്ടിയത്. എനിക്ക് കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്. കൺസെപ്റ്റ് കാണിക്കും. ഇതുപോലെ നല്ല അടിപൊളി പടം എനിക്ക് എടുത്തു തരണം. മോണഞ്ഞോണ്ടിരിക്കാതെ അവന്മാരോട് പോയി പറയാനെന്ന്. ചേട്ടാ, നിങ്ങക്ക് പറ്റുമെന്ന് അറിയത്തില്ല. അവർക്ക് ഇതുപോലെ വേണമെന്നാ പറയുന്നത്. ദൈവമേ, പെട്ടെന്ന് ഏതാണ്ട് കൂടിയ ഫോട്ടോഗ്രാഫർ ഫോട്ടോ ഞാൻ എങ്ങനെ എടുക്കാം? ഞാൻ ഇതൊക്കെ പഠിച്ചു വരുന്നത് നോക്കിയേ. ഇതുപോലത്തെ അല്ലേ? ടഫ അല്ലേ? എന്നാലും എടുക്കാല്ലേ? കുഴപ്പമില്ല, സെറ്റാക്കാം. ബാഡി മോളെ ഇവിടെ സെറ്റാ. ആശാനെ മഴ പെയ്യുന്നു. കുളവ് നോക്കണം അങ്ങോട്ട്. ഇതിനൊക്കെ എന്താ വിലന്നറിയാവോ? അതിനിത് അടിച്ചു മാറ്റിയില്ലയോ? എടാ മിണ്ടായിരിക്കടാ കാല, അവരെ കൂടെ അറിയിക്കാൻ. എടാ ലൈറ്റ് കൊണ്ടുപോയിട്ട് അവർ പുറയിലിട്ടൊന്ന് കറക്കടാ. ഓ, മറ്റേ ഫോട്ടോ എടുക്കാൻ പറയാം. ഫോട്ടോ എടുത്ത് ഫോട്ടോ ആറേ ഫോട്ടോ എടുത്തില്ലയോ? എടാ, അവര് അവിടെ ഇരുന്ന് വേർക്കുന്ന കണ്ടില്ലോടാ. ഇച്ചിരി കാറ്റ് കൊള്ളിക്കാൻ വേണ്ടിയാ അത് വീശാൻ പറഞ്ഞത്. എടാ, താമസിക്കാതെ ഫോട്ടോ എടുക്ക്. എന്നാ ഫസ്റ്റ് പോസ്റ്റ് എന്നാ പിടിച്ചോ. എടാ, ഒന്ന് പറഞ്ഞു കൊടുക്കടാ അവരോട്. ചേട്ടാ, ഞാൻ കാണിച്ചു തരാം. മുട്ടുകുത്തിക്കണം എന്നിട്ട് അതെ, എൻജോയ് ചെയ്ത മതി. ഇത് നിന്റെ ഗർഭമല്ല, എന്റെ ഗർഭമാ. കൊള്ളായിരുന്നു. പോയട്ടെ, ഞാൻ മുട്ടുകുത്തിക്കോളാം. ചേട്ടാ, കുറച്ചുകൂടെ മുട്ടുകുത്ത്. താഴോട്ട് ഇറങ്ങ്. അയ്യോ, പറയണ്ടായിരുന്നു. എടുക്കാം. അയ്യോ, കീറി. കുഴപ്പമില്ല, കീറിയില്ല. എടുത്തു. അതെ അങ്ങനെ തന്നെ. ഒന്നുകൂടെ വേണമെന്നോ? ഒന്നൂടെ. സൗണ്ട് ഇവിടുന്നല്ല. പേടിക്കണ്ട, അവിടുന്നല്ല ഇവിടുന്ന. എന്തൊരു എലിയെ തവണ കൈവിട്ട് പോയി. ഞാൻ എൻ്റെ അനിയനെ ഒന്ന് വിളിക്കട്ടെ. ഡാ അളെ, അത്യാവശ്യമായിട്ട് ഇങ്ങോട്ടൊന്ന് വാ. ഇത് ബാക്കി ഷൂട്ട് നീ അങ്ങ് എടുക്ക്. പെട്ടെന്ന് വാ. കപ്പിൾസ് ടേക്ക് എ ബ്രേക്ക്.
ഇവിടെ ചുമ്മാ ഇരിക്കാതെ പോയി ഫ്രൂട്ട് സാലഡ് മേടിച്ചോണ്ട് വരിക്ക്. അതിനടുത്തിവിടെ കടയൊന്നും ഇല്ല. കടയിലേക്ക് പോയി കട തപ്പി പിടിച്ച് കണ്ടുപിടിച്ചോണ്ട് വാടാ. നോക്കാനല്ല കൊണ്ടുവരും നീ. എനിക്ക് ഭയങ്കര നിർബന്ധം ഫ്രൂട്ട് സാലഡ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി. മനസ്സിലായി. പോയിട്ടോ പോട്ടെ. പോയിട്ടോ മേടിച്ചു കൊടുത്തിട്ട്. എടി മോളെ ചെറിയൊരു വർക്ക് ഇപ്പൊ കഴിയും. എടി നിനക്കറിയാലോ, നീ ഇല്ല എനിക്ക് പറ്റത്തില്ല, നീ എന്റെ ജീവനല്ലേ. ഇതൊന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ വിളിക്കാം. ശരി ശരി. എടാ ഒരുത്തൻ ചാവാൻ കിടക്കുമ്പോഴെങ്കിലും ഇച്ചിരി നേരത്തെ വരാം കേട്ടോ. ആരുടെ ഫോട്ടോ എടുക്കണ്ട, ആ ക്യാമറ ഇങ്ങോട്ടോ നിൽക്കുക. പറ്റത്തില്ല, പറ്റത്തില്ല. എന്നാ എടുത്തോ. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കടാ. അവസ്ഥ എടുക്കാൻ പറ്റത്തില്ല പറഞ്ഞില്ലോ. അതെന്താടാ നിനക്ക് എടുത്താല്? തനിക്കറിയാം, ഒരു പെണ്ണിന് വേണ്ടി കഴിഞ്ഞ 3 വർഷം ഞാൻ വേസ്റ്റ് ആയി കളഞ്ഞേ. ആ പെണ്ണോ അവള്. അതോ? ആ അത് തന്നെ. എടാ പെണ്ണ് പോയതുണ്ടല്ലോ നിന്റെ മുജ്ജന്മ സുഹൃത്തുവാ. അവളുണ്ടല്ലോ, അവളുടെ ചോറ് കൊണ്ട് ഭിത്തിയിൽ ഇങ്ങനെ എഴുതി വെച്ച് എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ലെന്ന്. എന്നിട്ട് ആ ഭിത്തി എവിടാടാ? പിന്നീടാ എനിക്ക് മനസ്സിലായത് ആ നിക്കുന്നവന്റെ വീട്ടിലെ ഭിത്തിയാണെന്നത്. അതായിരിക്കും അവര് ചോപ്പിട്ടുണ്ടെന്ന്. നിന്റെ ചോരയാടാ അത് വയറ്റിൽ കിടക്കുന്നത്. ഓ നീ എടുക്ക്, ഞാൻ ഇതൊന്ന് റിലീസ് ചെയ്തിട്ട് വരട്ടെ. ഏതാ പടം? അപ്പിപ്പടം. എടോ, ഞാൻ ആ ഫോട്ടോ എടുക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ ഈ ഫോട്ടോഷൂട്ട് കുളമാവും. അവള് ഡെസ്പാവും എന്നെ കാണുമ്പോ തന്നെ. പിന്നെ ഫുള്ള് ബോറായിരിക്കും. എനിക്ക് ക്യാമറയുടെ സ്പെല്ലിംഗ് പോലും അറിയത്തില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യും നിങ്ങള്. ഓഫ്, തന്നെയൊക്കെ എന്റെ അവസ്ഥ ഇതായിപ്പോയി. അതെ, ഇങ്ങോട്ട് നോക്കോ, ഫോട്ടോ എടുക്കാനാ. ഡി മോളെ വാ പോസി. അല്ല ഇതാരാ മറ്റേ ചേട്ടൻ? എന്ത് എവിടെ പോയി? ഒരു എക്സ്പ്രഷൻ ഒരു വ്യത്യാസമില്ലല്ലോ അവക്ക് എന്നെ കണ്ടിട്ട്. ആ ചേട്ടൻ ഒരു അത്യാവശ്യത്തിന് പോയതാ. ഇനി ഞാനാ ഫോട്ടോ എടുക്കുന്നത്. അല്ല ചേട്ടന്റെ പേരെന്തുവാ? എന്റെ പേര് സുകുമാരക്കുറുപ്പ്. ഫോട്ടോ എടുത്താലോ? ആ എവിടെയോ കണ്ട നല്ല ഓർമ്മ, പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല. അത് തോന്നി. എന്തായാലും ഫോട്ടോ എടുക്കാം. അവന്റെ സ്ഥാനത്ത് നീ കിടക്കേണ്ടതായിരുന്നു. അതെ അതെ, അതേപോലെ നിന്റെ വീട്ടിലെ വേറെ ആൾക്കാർ വന്ന് കിടന്നോണ്ടാ നിന്റെ പെണ്ണും പിള്ള അവരുടെ കൂടെ പോയത്. എടാ ബെൻസ് ഇങ്ങോട്ട് മാറ്റിയിടാ, ഓടി ഇറക്ക് കേട്ടോ. ശ്രദ്ധിച്ചിറക്കണം. ഇറക്കുമ്പോ സൈഡിൽ ചെയ്യാൻ ലംബോർഗിനി കിടപ്പുണ്ട്, അതിനകത്ത് പോയി തട്ടരുത്. അതേ പോർഷ അവിടെ മാറ്റിയിട്ടുണ്ട് കഴുകിയിട്ട്, എനിക്ക് കൊണ്ടുപോകാനുള്ളത് കേട്ടോ. ഇവന് ഇത്ര വലിയ സെറ്റ് പോയോ? പിന്നെ തേക്കണ്ടായിരുന്നു, വല്ലാത്തൊരു അബദ്ധമായി പോയല്ലോ. നീ പറഞ്ഞ പോലെ എല്ലാം കേട്ടേക്കണേ, മറക്കരുത് കേട്ടോ ഈ കാര്യങ്ങളൊന്നും. എടാ ഞാൻ വരുവടാ, ഞാൻ വന്നിട്ട് ഈ വണ്ടിയെല്ലാം കഴുകി ഇട്ടോളാം. എടാ ഞാനില്ലടാ അവിടുത്തെ വണ്ടിയെല്ലാം നല്ലപോലെ കഴുകിക്കൊണ്ടിരിക്കുന്നത്. നീ ആ കടക്കാരോട് പറഞ്ഞ് മനസ്സിലായി ഞാൻ ഇപ്പൊ വരുമെന്ന്. ഞാനൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. അപ്പൊ സാറെ മൊത്തം ഫോട്ടോസും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാം എടുത്തില്ലടാ നീ? ഓ എടുത്തെടുത്ത്. എന്നതിലേക്ക് പ്രതീക്ഷിക്കാം. അത് നമ്മൾ ഒക്കാത്ത മാസം 10-ാം തീയതി കിട്ടിയിരിക്കും. ഇനി ഒരു ഡ്രോൺ ഷോട്ട് എടുക്കാം. എടി മോളെ ഡ്രോണ്